പി.വി. അൻവർ എം.എൽ.എ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയാണ്. ഇ.ഡി. അന്വേഷണത്തിന് തയ്യാറാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. പുനർജനി കേസിൽ വി.ഡി. സതീശൻ ആർ.എസ്.എസുമായി ധാരണയുണ്ടാക്കി. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാമെന്നായിരുന്നു ആ ധാരണ. സാധാരണക്കാർക്ക് നീതി ലഭിക്കണം, അതിനായാണ് താൻ വാട്സാപ്പ് നമ്പർ നൽകിയത്. തനിക്ക് കിട്ടുന്ന പരാതികൾ ഗൗരവത്തിലെടുക്കും, അത് പാർട്ടി നേതാക്കളെ അറിയിക്കും, മുഖ്യമന്ത്രിക്കടക്കം ഗൗരവമുള്ള പരാതികൾ നൽകും എന്നും അദ്ദേഹം പറഞ്ഞു. പി.വി. അൻവർ എം.എൽ.എ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പുനർജനി കേസിലെ ഇ.ഡി. അന്വേഷണം അട്ടിമറിക്കാൻ വി.ഡി. സതീശൻ ആർ.എസ്.എസുമായി ധാരണയുണ്ടാക്കി. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാമെന്നായിരുന്നു ആ ധാരണ. വി.ഡി. സതീശൻ ആർ.എസ്.എസുമായി അത്തരത്തിലൊരു ധാരണ ഉണ്ടാക്കിയതിൻ്റെ ഫലമായിട്ടാണ് UDF വോട്ടുകൾ തൃശ്ശൂരിൽ കുറഞ്ഞത്. LDFിൻ്റെ വോട്ടുകൾ കുറഞ്ഞിട്ടില്ല. LDFിനും RSSനും ഇടയിൽ ഒന്നുമില്ല. പുനർജനി കേസിൽ ഇ.ഡി. അന്വേഷിച്ചാൽ സതീശൻ കുടുങ്ങും. പ്രതിപക്ഷ നേതാവിനെ താൻ വെല്ലുവിളിക്കുകയാണ്. സതീശന് രക്ഷപ്പെടണമെങ്കിൽ BJPയുടെ സഹായം ആവശ്യമാണ്. ഇ.ഡി. അന്വേഷണത്തിന് തയ്യാറാണെന്ന് സതീശൻ പറയാൻ തയ്യാറുണ്ടോ? പുനർജനി കേസുമായി ബന്ധപ്പെട്ട് പുനർജനി കേസിൽ സതീശൻ കുടുങ്ങുമായിരുന്നു. ഇത്തരത്തിൽ BJPയെ സഹായിക്കുകയായിരുന്നു ചെയ്തത് എന്നും പി.വി. അൻവർ പറഞ്ഞു. അതോടൊപ്പം തന്നെ പരാതികൾ, തനിക്ക് ലഭിക്കുന്ന പരാതികളിൽ നീതിപൂർവമായ അന്വേഷണം നടത്തും. അത് ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് പരാതി അതാത് പാർട്ടിക്കാരുമായി അന്വേഷിക്കും, പിന്നീട് പോലീസിൽ നൽകും. പിന്നീട് അത് വലിയ ഗൗരവമുള്ള പരാതികളാണെങ്കിൽ അത് മുഖ്യമന്ത്രിക്കടക്കം നൽകും. അതിനുവേണ്ടിയാണ് താൻ വാട്സാപ്പ് നമ്പർ നൽകിയത്. അതോടൊപ്പം തന്നെ പോലീസിലും ഒരു വിഭാഗം, പോലീസിൽ 10% പേർ, ലതീഷുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. ലതീഷ്, പി.വി. അൻവർ എന്തൊക്കെയാണ് പറഞ്ഞത്? വി ഡി സതീശന് വേണ്ടിയാണ് MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന ആരോപണമാണ് പി.വി. അൻവർ മുന്നോട്ട് വെക്കുന്നത്. ഇത് പുനർജനി കേസിൽ വി ഡി സതീശന് രക്ഷപ്പെടാൻ വേണ്ടി ADGP വഴി കേന്ദ്ര നേതൃത്വവുമായി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കിയൊരു ബന്ധമാണ്. ADGP MR അജിത് കുമാറിന് RSS നേതാക്കളുമായും അതേപോലെ തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുമായും ഇത്തരത്തിൽ അവിഹിതമായ ബന്ധമുണ്ട്. ഈ ADGPയുടെ RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച താൻ അറിഞ്ഞു എന്ന് പ്രതിപക്ഷ നേതാവ് അറിഞ്ഞ ആ നിമിഷമാണ് ധൃതിപ്പെട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ADGP ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച RSS നേതൃത്വവുമായി നടത്തിയതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അത്തരമൊരു വാർത്താ സമ്മേളനം നടന്നതെന്നാണ് ഇപ്പോൾ പി.വി. അൻവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം തനിക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് ലഭിച്ച സമയം ഉൾപ്പെടെ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കണ്ട ഘട്ടത്തിൽ അദ്ദേഹം പുറത്തു പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇത്തരത്തിലുള്ള ബന്ധം പുനർജനി കേസ് ഇ.ഡി. അന്വേഷിച്ചാൽ അതിൽ വി.ഡി. സതീശൻ കുടുങ്ങും. അത് ഒഴിവാക്കുന്നതിനായാണ് ഇത്തരത്തിൽ ADGP വഴി RSSുമായ ഒരു ബന്ധം വി.ഡി. സതീശൻ ഉണ്ടാക്കിയതെന്ന ആരോപണമാണ് ഇപ്പോൾ പി.വി. അൻവർ മുന്നോട്ട് വെക്കുന്നത്. അത് പുറത്തു വരാതിരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ADGP MR അജിത് കുമാർ RSS നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്ന് പറയാൻ വി.ഡി. സതീശനെ പ്രേരിപ്പിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ഇന്ന് അദ്ദേഹം ഇവിടെ DIGക്ക് മൊഴി നൽകാനാണ് എത്തിയത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. ആ അന്വേഷണ സംഘത്തിൻ്റെ DIG തോംസൺ ജോസിന് മുമ്പാകെ മൊഴി നൽകാനാണ് ഇപ്പോൾ മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ പി.വി. അൻവർ എത്തിയത്. തൻ്റെ കൈവശമുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ കൈമാറും. പോലീസ് അന്വേഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴിയായി നൽകുമെന്നും പി.വി. അൻവർ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും അല്പസമയത്തിനകം തന്നെ മൊഴിയെടുക്കൽ ആരംഭിക്കും. അതിരാവിലെ തന്നെ DIG മലപ്പുറം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിരുന്നു. 10:11 മണിയോടുകൂടി പി.വി. അൻവർ എത്തുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിലും അദ്ദേഹം കൃത്യം 11 മണിയോടുകൂടി തന്നെ എത്തുകയും ഈ വിഷയത്തിൽ പുതിയ ADGPയുടെ RSS ബാന്ധവുമായുള്ള വിഷയത്തിലടക്കമുള്ള പ്രതികരണം നൽകിയ ശേഷമാണ് അദ്ദേഹം മൊഴി നൽകുന്നതിനായി ഇപ്പോൾ DIG മുമ്പാകെ പോയിരിക്കുന്നത്. വി.ഡി. സതീശനെതിരെ പി.വി. അൻവർ എം.എൽ.എ. സതീശൻ RSSുമായി ധാരണയുണ്ടാക്കിയെന്ന് പി.വി. അൻവർ. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാമെന്നായിരുന്നു ധാരണ. പുനർജനി കേസിലെ ഇ.ഡി. അന്വേഷണം ഒഴിവാക്കാനായിരുന്നു ഈ ധാരണയെന്നും പി.വി. അൻവർ വ്യക്തമാക്കി. അതേസമയം ADGP MR അജിത് കുമാറിനും മുൻ SP സുജിത് ദാസിനുമെതിരെയുള്ള ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് പി.വി. അൻവർ മൊഴി നൽകാൻ എത്തിയതായിരുന്നു. ലതീഷ്, മൊഴി നൽകാൻ എത്തിയപ്പോഴാണ് അദ്ദേഹം ഈ വിവരങ്ങളൊക്കെ പറഞ്ഞത്. ADGP MR അജിത് കുമാറിനും മുൻ SP സുജിത് ദാസിനുമെതിരെയുള്ള
ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് അദ്ദേഹം മൊഴി നൽകുന്നത്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ. ബിനു, ADGP MR അജിത് കുമാർ, അതേപോലെ തന്നെ മുൻ മലപ്പുറം SP S സുജിത് ദാസ് എന്നിവർക്കെതിരായുള്ള പരാതിയിലാണ് മുഖ്യമന്ത്രി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. DGPയുടെ നേതൃത്വത്തിലുള്ള 5 അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് അൻവറിൻ്റെ പരാതി അന്വേഷിക്കുന്നത്. ആ പരാതിയിൽ PV അൻവർ MLAയുടെ മൊഴിയെടുക്കുന്നതിൻ്റെ ഭാഗമായാണ് തൃശ്ശൂർ റേഞ്ച് DIG തോംസൺ ജോസ് മലപ്പുറം ഗസ്റ്റ് ഹൗസിലെത്തിയത്. മൊഴിയെടുക്കൽ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. തൻ്റെ കൈവശമുള്ള തെളിവുകൾ, താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ തൻ്റെ കൈവശമുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ നൽകുമെന്ന് അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമപ്രവർത്തകരെ കണ്ട ഘട്ടത്തിലും അദ്ദേഹം പറയുകയുണ്ടായി. 14 പരാതികളാണ് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് PV അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ പറയുന്നത്. ആ പരാതികളിൽ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയായിരിക്കും ഇനിയുള്ള സമയങ്ങളിൽ ഉണ്ടാവുക. തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്ന് PV അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും പറഞ്ഞ സാഹചര്യം ഉണ്ടായി. തൻ്റെ പക്കലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ കൈമാറും എന്നും അന്വേഷണ സംഘത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും PV അൻവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ PV അൻവർ വാർത്താസമ്മേളനം നടത്തി ഇത്തരം ഒരു ആരോപണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പരാതി ലഭിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലൊരു DGP ലെവൽ തലത്തിലുള്ള ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടതും 1 മാസത്തിനകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശം നൽകിയതും. അതിൻ്റെ ഭാഗമായാണ് വളരെ വേഗത്തിലുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നത്. PV അൻവർ MLAയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. ഒപ്പം PV അൻവർ MLAയുടെ കൈവശമുള്ള തെളിവുകളും ഈ അന്വേഷണ സംഘം ശേഖരിക്കും. തുടർ അന്വേഷണം ഈ തെളിവുകളും അതേപോലെ തന്നെ ഈ മൊഴിയുടെയും കൂടി അടിസ്ഥാനത്തിലായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ബിനു, ലതീഷ്, ഏതായാലും ലതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയാണ്. തെളിവുകൾ എല്ലാം ഇന്ന് സമർപ്പിക്കും. തെളിവുകൾ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ 16 പേജുള്ള പരാതികൾ ഉൾപ്പെടുന്ന മൊഴിയാണ് അത് അവിടെ സമർപ്പിക്കും എന്നാണ് പറയുന്നത്. ADGP MR അജിത് കുമാറിനും മുൻ SP സുജിത് ദാസിനുമെതിരെയുള്ള ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് PV അൻവർ മൊഴി നൽകുന്നത്. അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉറച്ച് ഉള്ള മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പുനർജനി കേസുമായി ബന്ധപ്പെട്ട് സതീശനെതിരെ വലിയ ആരോപണം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. കാരണം തൃശ്ശൂരിലെ വോട്ട് ചോർച്ച, UDFൻ്റെ വോട്ട് ചോർച്ച, UDFൻ്റെ വോട്ടുകൾ BJPക്ക് നൽകി സുരേഷ് ഗോപിയെ ജയിപ്പിച്ചാൽ പുനർജനി കേസിൽ രക്ഷപ്പെടാമെന്നായിരുന്നു സതീശൻ്റെ ധാരണ. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്പർ നൽകിയിരുന്നു പരാതികൾ അറിയിക്കാനുള്ള. നിരവധി പരാതികൾ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ ലഭിച്ച് അത് പരിശോധിച്ച് വരികയാണ്. അതിൽ ഉചിതമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഒരു വാട്സപ്പ് നമ്പർ പരാതി അറിയിക്കുന്നതിനായി PV അൻവർ വാർത്താസമ്മേളനം നടത്തി പുറത്തുവിട്ടത്. അതിലേക്ക് 100-ലധികം പരാതികൾ ഇതിനകം ലഭിച്ചിട്ടുണ്ട്. അവ കൃത്യമായി പരിശോധിക്കും. പാർട്ടി തലത്തിൽ ഉൾപ്പെടെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാകും. ആ പരിശോധിച്ച് കഴമ്പുള്ള പരാതികൾ മുഖ്യമന്ത്രിക്ക് കൈമാറും. അത് പരിശോധിക്കാൻ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ പ്രത്യേക സംവിധാനമുണ്ട്. ആ നിലയിൽ അത്തരം പരാതികൾ ഗൗരവമായി എടുത്തുകൊണ്ട് പരാതികളിൽ നടപടികളിലേക്ക് അല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് പോകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തൻ്റെ ഇടപെടൽ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് PV അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ 10% അല്ലെങ്കിൽ 20% താഴെയുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പോലീസ് സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത്. അവർക്കെതിരെ നിരവധി പരാതികൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഉൾപ്പെടെ വരുന്നു എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ കഴമ്പുള്ള പരാതികൾ മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നും PV അൻവർ വ്യക്തമാക്കുകയുണ്ടായി. ബിനു.